ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങുകയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് ആയിരിക്കും. ബിക്കോസ് ഇന്ന് പലരും എന്നെ പോലെ പലരും ആങ്സൈറ്റിയും ഡിപ്രഷനും അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും എൻ്റെ ജീവിതം അത്ര നല്ലതല്ല, പോരാ, എന്താ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരാവാം. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ്. സോ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ജീവിതത്തിൽ എങ്ങനെ എൻ്റെ വിഷമങ്ങൾ മാറ്റിയെടുത്തു, അതുപോലെ നിങ്ങൾക്കും എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. സോ ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വൈ ഐ ആം നോട്ട് ഹാപ്പി വിത്ത് മൈ ലൈഫ്. പലപ്പോഴും നമ്മൾ കരുതാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ, അവർക്കൊക്കെ നല്ല കിട്ടുന്നുണ്ട്, നമ്മളെന്നും മൂഞ്ചിനെയാണ് ജീവിക്കുന്നത്, പലരും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അതങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവാന്ന് എഴുതും. നെഗറ്റീവ് ചിന്തിക്കുക എന്താണെന്നറിയില്ല, ഫുൾ നെഗറ്റീവാണ്. ഒട്ടും വിഷമിക്കണ്ട. കുമ്പളങ്ങി നേച്ചൽ പറഞ്ഞ പോലെ ഒട്ടും വിഷമിക്കണ്ട. നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ ചിന്തിക്കുന്നതാണ് പകുതിയല്ല മുക്കാ പേരും. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അഥവാ നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളൂ. ശീലിച്ചതല്ലേ പാലിക്കുള്ളൂ. അതാണ് കാരണം. നമ്മുടെ പഴയ നമ്മുടെ കാട്ടിൽ ജീവിച്ചവരായിരുന്നു എന്നാണല്ലോ പറയുന്നത് നമ്മൾ മനുഷ്യരെ. അപ്പൊ അന്ന് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് വേണ്ടത് സർവൈവലാണ്. നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ചെയ്തിട്ടുള്ള സർവൈവലാണ്. എങ്ങനെയും രക്ഷപ്പെടണം, മരിക്കാതെ എങ്ങനെയും ജീവിക്കണം, അത്രേ ഉള്ളൂ. അതാണ് ആവശ്യം. മരിക്കാൻ പാടില്ല, ജീവിക്കണം. അപ്പൊ മരിക്കാതിരിക്കും ഫുഡ് തപ്പുന്നു, വെള്ളം കുടിക്കുന്നു, എങ്ങനെയും പുലിയും ആനയും പോത്തും വരുമ്പോ എങ്ങനെയും രക്ഷപ്പെടുന്നു, ഷെൽട്ടർ കണ്ടുപിടിക്കുന്നു, ഉറങ്ങുന്നു, ഇത്രയുള്ളൂ. എങ്ങനെയും ജസ്റ്റ് അലൈവ് ആയിട്ടിരിക്കുക, ജീവിച്ചിരിക്കുക, മരിക്കാതെ ജീവിച്ചിരിക്കുക. അതാണ് നമ്മുടെ ബ്രെയിൻ്റെ ആവശ്യം. അപ്പൊ എന്താണ്, ഒരു പുലി വരുന്നുണ്ട് എന്ന് ആ സൗണ്ട് കേട്ട് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടോ, അത് സ്കാൻ ചെയ്യലാണ് എപ്പോഴും നമ്മുടെ ബ്രെയിൻ്റെ പണി. എന്ന് പറഞ്ഞാൽ എപ്പോഴും ചുറ്റും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെ നേരിടാം, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് നമ്മുടെ ബ്രെയിൻ ഓൾവേസ് ഫോക്കസ് ചെയ്തത്. എപ്പോഴും ഓൾവേസ് ഒരു എന്താ പറയുക, എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തണ്ട. അയ്യോ എനിക്ക് നെഗറ്റീവ് ചിന്തയുള്ളൂ, അയ്യോ എന്താ ഞാനിങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്നത്, ഒട്ടും പേടിക്കണ്ട. അത് നിങ്ങളുടെ പ്രശ്നമില്ല കേട്ടോ, അത് ബ്രെയിൻ്റെ പ്രശ്നമാണ്. ഒന്നും വിഷമിക്കണ്ട, നമുക്കിത് മാറ്റാം. ബ്രെയിനെ നമുക്ക് നന്നാക്കി എടുക്കാം. അതിനുള്ള വഴികളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ എന്താന്ന് വെച്ചാൽ ഇത് പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് പണ്ട് നമ്മുടെ ബ്രെയിൻ ഫുഡ് സേഫ്റ്റി റീപ്രൊഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഓൾവേസ് സ്കാൻ ഫോർ ഡേഞ്ചർ, പ്രയോറിറ്റി സർവൈവലിനായിരുന്നു. പിന്നെ എപ്പോഴും എന്തുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഫോക്കസ് ചെയ്യുന്നു, അത് നമുക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പൊ നമ്മുടെ ടീച്ചർ ചിലപ്പോൾ നന്നായി പഠിക്കും, നല്ല കുട്ടി, നല്ല ഓർമ്മ ശക്തി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരിക്കും. ഒരു ദിവസം ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒച്ച വയ്ക്കും. എന്താണ് നീ എന്താ ഇത്ര ഒച്ച എടുക്കുന്നത്? ടീച്ചർ നമ്മളെ ഒന്ന് ചീത്ത പറയും. പിന്നെ ആ മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര നല്ല കാര്യം പറഞ്ഞിട്ടും അതൊന്നും ഓർമ്മയുണ്ടാവില്ലേ. ഈ ഒരു തവണ ടീച്ചർ ചീത്ത പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാവുള്ളൂ. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കുഴപ്പമാണ്. നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വലുതാക്കി വെക്കും. പോസിറ്റീവ് എത്ര ഉണ്ടെങ്കിലും നെഗറ്റീവിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അതാണ് പ്രശ്നം. ഇത് ഡീപ്ലി നമ്മുടെ ബ്രെയിനിൽ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തൊരവസ്ഥ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമാണ്. ഒന്നും പേടിക്കണ്ട. കാരണം പണ്ട് കാലത്ത് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തുല്യമാണ്. കാരണം ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പറഞ്ഞു വിട്ട് അവന് ഫുഡ് കിട്ടാതെ, അല്ലെങ്കിൽ ഇനി വന്യമൃഗങ്ങൾ വന്ന് ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടാതെ അവസാനം മരിക്കുകയും ചെയ്യുക. അപ്പൊ അതാണ് ലൈഫ് ത്രെട്ടനിങ് എടുക്കുന്നത്. അതേപോലെയാണ് തലച്ചോറ് ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്. മണ്ടൻ. ഇനിയിപ്പോൾ ആരെങ്കിലും കൂട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൂട്ടിന്റെ ആവശ്യമുണ്ടോ? നമ്മളെ നോക്കാൻ നമുക്ക് നന്നായിട്ട് അറിയില്ല, എന്തിനു വേറൊരു കൂട്ട്? നീ റിജക്റ്റ് ആവുകയാണെങ്കിൽ തന്നെ അങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല, അടുത്ത ഇനി അപ്ലൈ ചെയ്യും. നമ്മളിപ്പോൾ ഒന്ന് ശ്രമിച്ചു, ഇനി ഒന്നുകൂടി ശ്രമിക്കും, കിട്ടുന്നവരെ ശ്രമിക്കും എന്ന് പ്രാഞ്ചിയേട്ടൻ്റെ ഇന്നസെന്റ് പറഞ്ഞ പോലെ നന്നായി ശ്രമിക്കുക. കിട്ടുന്നേ ഒരു നാൾ നമുക്കുള്ളത് എന്തായാലും കിട്ടിയിരിക്കും. ഡോൺ വറി. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല. നമ്മുടെ ബ്രെയിന് നീന്ന് മനസ്സിലാക്കുക. പണ്ടത്തെ പോലെയല്ല, നമ്മൾ നല്ല സേഫായ എൻവയോൺമെന്റിലാണ്. ഒന്നും ആവശ്യപ്പെടാൻ, ഒന്നും പേടിക്കണ്ട. എന്തുണ്ടെങ്കിലും ഇവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ട് കേട്ടോ. ഒരു പേടി നമ്മൾ പിന്നെ വിചാരിക്കുന്ന സാധനങ്ങളുണ്ട് കുറെ ഇങ്ങനെ വറീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ജോലിക്ക് പോവാണ്, നമ്മുടെ മാനേജർ ഒന്ന് ചീത്ത പറഞ്ഞു, പോയിച്ചൊരു മാനേജർ പോവാണ്, ബഡ്ജറ്റ് കുറയ്ക്കാന്ന് കേട്ടു, ശമ്പളം കുറച്ച അവസാനം പിരിച്ചു വിടും, ഇനി എന്നെ എങ്ങാനും ലേ ഓഫ് ചെയ്യും. ഭഗവാനെ, ലേ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്ത്, കല്യാണം കിട്ടില്ല, പെണ്ണ് കിട്ടാതെയോ ഈശ്വര. അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് പല പല ത്രെഡ്സ് ആലോചിക്കണം, ഓവർ തിങ്ക് ചെയ്ത് പോവാണ്. ആദ്യത്തെ കാര്യം, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ പകുതി കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതിൽ
മുഖ്യ കാര്യങ്ങളൊന്നും എടുക്കാൻ പോകില്ല. വെറുതെ നമ്മുടെ ബ്രെയിൻ നമ്മളെ വട്ടാക്കുന്നതാണ്. ഇറ്റ്സ് ഗോയിങ് ടു ട്രിക്ക് യു മാൻ. ട്രിക്ക് ചെയ്യാൻ പോവുക, കളിക്കുകയാണ് പോടാ. അപ്പം നമ്മൾ നമ്മുടെ ബ്രെയിനിനെ എന്ത് ചെയ്യണം? നിന്നെ ഞാൻ ഇങ്ങോട്ട് ശരിയാക്കി തരാമെന്ന് കരുതി നമ്മൾ ബ്രെയിനിനെ അങ്ങോട്ട് തിരിച്ച് ട്രിക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? ബ്രെയിൻ നെഗറ്റീവ് ആണല്ലോ വിചാരിക്കുന്നത്, പക്ഷെ പോസിറ്റീവ് വിചാരിക്കാനായിട്ട് ബ്രെയിൻ അങ്ങോട്ട് കണ്ടീഷൻ ചെയ്തെടുക്കുക, ട്രെയിൻ ചെയ്യുക. ട്രെയിൻ യുവർ മൈൻഡ് ടു ഫോക്കസ് ഓൺ പോസിറ്റീവ് ഇമോഷൻസ്. എന്നാൽ സ്ഥിരമായിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഹാപ്പി, ഞാൻ അടിപൊളി. ഞാൻ അടിപൊളി അല്ലെങ്കിൽ പിന്നെ ആരടിപൊളി? ഈ ലോകത്ത് എന്നെക്കാളും അടിപൊളി കേട്ടോ ആരാ? ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് ആരാ? ഞാൻ തന്നെയാ. പിന്നെ കാരണം ഞാനൊക്കെ അടിപൊളിയാന്ന് അറിയുന്നത് എനിക്ക് മാത്രമല്ലോ, എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനാ. അങ്ങനെ പല തവണയായിട്ട് ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷമാണ്, എല്ലാം എനിക്കുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്നാണ്. പലതവണ അതുണ്ടാവും. അതായത് റിയാലിറ്റി മറന്ന് ചെയ്യരുതെന്നല്ല. ഇപ്പൊ ജോലി ഇല്ലാന്ന് കരുതിക്കോ, എക്സാമ്പിൾ ജോലി നിങ്ങൾക്കില്ല, പക്ഷെ നിങ്ങളപ്പോൾ എന്താണ്, ആ ജോലി അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജോലി കിട്ടും. കിട്ടാതെ എവിടെ പോവാനാ? ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ശ്രമിക്കും, ആ ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ശ്രമിക്കും, കിട്ടുന്നവരെ ശ്രമിക്കും. ഇതേ മൈൻഡ് സെറ്റോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോവാ, കിട്ടുന്നേ. അപ്പോൾ അതിൽ ഫസ്റ്റ് വേറെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് പലരും. അയ്യോ എനിക്ക് അതില്ല, എനിക്ക് പെണ്ണില്ലേ, എനിക്ക് നല്ല ജോലിയില്ല, അവന് കാറുണ്ട്, എനിക്ക് കാറില്ല, എനിക്ക് വീടില്ല, ആ ലോണുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ട്. എനിക്ക് ലോണുണ്ട്, അവന് ലോണില്ല, അങ്ങനെയാന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതെന്ന് ആലോചിച്ച് വിഷമിക്കും. അതിന് പകരം നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചുകൊണ്ട് എന്തൊക്കെ എനിക്കുണ്ട് അത് ആലോചിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക. അത് ആലോചിച്ച് എന്താ പറയുക, കൃതജ്ഞരാവുക. ലൈക്ക് എനിക്ക് ഇന്നത്തെ ദിവസം എണീക്കാൻ സാധിച്ചു, അതൊരു വലിയ കാര്യമാണ്. കാരണം എത്രയോ പേര് ഉറങ്ങിക്കിടക്കുമ്പോൾ സൈലന്റ് അറ്റാക്ക് വാങ്ങി തട്ടിപ്പോന്നു, എനിക്കിന്ന് എണീക്കാൻ പറ്റി, സോ ദാറ്റ്സ് എ പോസിറ്റീവ് തിങ്. ഇന്ന് എണീക്കാൻ സാധിച്ചു, അതിന് നന്ദി. 2, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതിൽ സന്തോഷിക്കുക. എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്, നന്നായി ഫുഡ് അടിക്കാൻ പറ്റുന്നുണ്ട്, മന്തിക്കടയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ മന്തിയുടെ മണം അടിക്കുന്നുണ്ട്, എല്ലാം സാധിക്കുന്നുണ്ട്. അപ്പൊ ആ കഴിവുകളൊക്കെ ഉള്ളതിന് ആദ്യം നമ്മൾ നന്ദിയുള്ളവരായി മാറുക, ഗ്രേറ്റ്ഫുൾ ആവുക. സോ നിങ്ങളുടെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യാൻ ഈ കാര്യം ചെയ്തു തുടങ്ങുക ഇന്നു മുതൽ. ഫസ്റ്റ് രാവിലെ ഒരു ടൈം, എപ്പോഴും രാവിലെയും രാത്രി ഒരു എക്സസൈസ് ചെയ്യുക, 2-3 മിനിറ്റ്. ഒന്ന് ആലോചിക്കുക, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്, എനിക്ക് എന്തൊക്കെയുള്ളത്. കണ്ണുണ്ട്, മൂക്കുണ്ട്, നടക്കാൻ കാലുകളുണ്ട്, മണ്ണടിക്കാൻ മൂക്കുണ്ട്, എല്ലാം ഉണ്ട്. അതാലോചിച്ച് അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന ഒരു 3 പോയിന്റ് എന്നും എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും, പോസിറ്റീവ് ഇമോഷനായി മാറും. സോ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾക്കിത് 7 ദിവസം ചെയ്ത് നോക്കാം. ഒരാഴ്ച ചെയ്ത് തുടങ്ങി, ഈ ഒരാഴ്ചയ്ക്ക് ശേഷം ഇതിൻ്റെ കൂടെ വേറൊരു ടെക്നിക്കും കൂടി ഞാൻ പറഞ്ഞത്, അത് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്ത് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം, വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്ത്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കിത് അടിപൊളിയാക്കി ലൈഫ്. ഈ ലൈഫ് അടിപൊളിയാണ്, ആകെ ഒരു ജീവിതമുള്ള മനുഷ്യന്. അങ്ങോട്ട് അടിപൊളിയായിട്ട് ജീവിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സീ യു next time. Okay, have a great day.